എൻ്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോൾ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. എന്തുകൊണ്ടാണ് ഈ പുരോഹിത പിശാചുക്കൾ ഇത്തരം തീരുമാനത്തിലേക്ക് നീങ്ങാൻ കാരണം? വീട്ടിലെ പ്രസവം മതി. അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു വിശ്വാസ വ്യതിയാനമുണ്ട്, വിശ്വാസ അധപ്പതനമുണ്ട്. ഞങ്ങൾ ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചാലും കുഴപ്പമില്ല, കാരണം ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ ഔലിയാക്കളുണ്ട്, ഞങ്ങളെ ഔലിയാക്കളെ വള്ളമുണ്ട്, ഔലിയാക്കളെ നൂലുണ്ട്, ഔലിയാക്കളെ ഉറുക്കുണ്ട്, ഏലസ് ഉണ്ട്, ഞങ്ങളെ ബദർ മൗലിദുണ്ട്, മാലുണ്ട്, മൗലിദുണ്ട്. ഇതിൻ്റെ പേരിലാണ് അതേപോലെ പ്രശ്നം. അല്ലാതെ ഹോസ്പിറ്റലിനോട് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടുത്തെ ഹൊറാഫി സംഘടനകൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ടല്ലോ, ഇവിടുത്തെ പല പുരോഹിതന്മാർക്കും ഹോസ്പിറ്റലിൽ ഷെയർ ഉണ്ടല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ചെകുത്താൻ കുരിശ് കണ്ടമാരിങ്ങനെ അന്തം വിട്ട് നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു വിശ്വാസപരമായ വ്യതിയാനം, ഒരു അധപ്പതനമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് പിടിച്ചോളി. പോലെ വലിയൊരു പുരോഹിതം പറയട്ടെ. ഒരു വലിയ അവിടെയാണ് പരിഹാരം ഉണ്ടാക്കി. ഇന്നും ഖാസിം വലിയുല്ലാഹി തങ്ങളെ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവി നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട്? ഇന്നും നിലനിൽക്കുന്നു. എൻ്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോൾ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോഴത്തേനും ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാണ്ട് മെഡിക്കൽ കോളേജിൽ പിന്നെ പോരാ അല്ലേ? ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് പോലെ എല്ലാവരും പെണ്ണുങ്ങൾ 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കണം. ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം. എന്തേ? ഖാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനു വേണ്ടിയാണ്? പ്രസവത്തിന്റെ വേദന കെട്ടിയിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല, പരിഹാരത്തിന് മാർഗമില്ല. അവിടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് അവിടെയാണ് കാണിച്ചു. ആ കറാമത്ത് മുഖേന മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി.